ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ തുടക്കം ഒരു ബത്തക സർവത്നാവാം. ആദ്യ ഗൈസ്, നമ്മളൊരു കല്യാണത്തിന് വന്നിരിക്കുകയാണ്. അപ്പനിപ്പം എന്താ പരിപാടി? അത് തന്നെ, നമ്മൾ ഫുഡ് കല്യാണപ്പുരയിലെത്തിയിട്ട് ഫുഡ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ് നമ്മളെ നേരെ വിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. എന്താണെന്നറിയില്ല, ഇതിനോടൊരു വല്ലാത്തൊരു മുഹബത്താണ്. പ്രത്യേകിച്ച് നമ്മളെ കല്യാണപ്പുരയിലെ ബിരിയാണി. ഇവിടെ പിന്നെ സാറാസിൻ്റെ കാറ്ററിംഗ് ആയിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമ്മളെ കല്യാണ ബിരിയാണിൻ്റെ ഒരു പവറേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഈ മംഗല ബിരിയാണിയേ ഉള്ളൂ എന്ന്. നിങ്ങളാരും ബേജാറാവണ്ട, നമ്മൾ വിളിച്ച മംഗലത്തിന് തന്നെയാണ് വന്നേനി. പിന്നെ മംഗല ബിരിയാണി ഒരു മംഗലത്തിൻ്റെ പ്രത്യേക ഘടകമാണല്ലോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ആ ചോറും ആ ബീഫും പിന്നെ ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചയും അച്ചാറും തയ്യാറൊക്കെ കൂട്ടിയൊരു പിടി അടിപൊളി. അപ്പോഴും പതിവില്ലാതെ കേട്ടു ഇതൊരു തീറ്റ മത്സരമല്ല എന്ന ഡയലോഗ്. ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മളെ പെണ്ണിൻ്റെ വരവാണ്. ഇവിടെ ഇപ്പം നടക്കുന്നത് രണ്ടാളുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിക്കും തിരക്കിങ്ങൊക്കെ കാണാമല്ലോ. പിന്നെ നമ്മളെ മെയിൻ കലാപരിപാടി. പക്ഷേ ഏതൊരു മംഗലത്തിൻ്റെയും ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഈ കാണുന്ന ചങ്കുകൾ തന്നെയാണ്. അവരുടെ കൈമുട്ടും പാട്ടും പൊട്ടിക്കലും ഒക്കെ ആയി അടിച്ച് പൊളിക്കാം. ഇവിടെ പിന്നെ കുറച്ച് അധികം ആഘോഷം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളെ ലങ്കിമ പാട്ട് തകൃതിയിൽ നടന്നു. ദേ ആ കാണുന്ന നമ്മളെ രണ്ട് ബ്രൈഡ്. നമ്മളിടത്തിപ്പെട്ടത് നമ്മളെ കെട്ടിയോന്മാരുടെ കട്ട ചങ്ക നമ്മളെ പ്യാപ്പിള. അപ്പം നിങ്ങൾക്ക് പ്യാപ്പിളിനെ കണ്ടേ? അപ്പോൾ ഇതാണ് നമ്മളെ പ്യാപ്പിള. ഈ കാണുന്ന തിക്കും തിരക്കൊക്കെ കല്യാണ പെണ്ണിനെ കാണാനുള്ള തിരക്കാട്ടോ. ഒരുവിധം എല്ലാ കല്യാണ വീട്ടിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ കാഴ്ച. അങ്ങനെ ഫൈനലി അവരെ സ്റ്റേജിലേക്കുള്ള എൻട്രി. അങ്ങനെ അവരൊന്നൊക്കെയാണ് സുഹൃത്തുക്കളെ, രണ്ട് ഗ്രൂമും കൂടി രണ്ട് ബ്രൈഡിനെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവൻറ്റും ഫയർ വർക്ക്സും ഒക്കെ കൂടി ഒരുപോലെ തകർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ സെഷൻ. അങ്ങനെ ഓരോരുത്തരായി അവരെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ കല്യാണ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ തീരുകയാണ്. ഓക്കെ, ടാറ്റാ.